ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് എങ്ങനെ വാട്ടർ കളർ പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാട്ടർ കളർ അല്ലാതെ അക്രിലിക് പെയിൻറ്റ് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാനിവിടെ ഫെവിക്രിലിൻ്റെ 2 ടൈപ്പ് ഗം എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പൂൺ വേണം കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ നോർമൽ വാട്ടറാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ നല്ല വൃത്തിയുള്ള ചെറിയ ബോട്ടിൽസ് കിട്ടിയാൽ കൊള്ളാം. ഞാൻ എടുത്തുള്ള ബോട്ടിൽ നമ്മുടെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് കളറിൻ്റെ സാധാരണ കളറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി അതിൻ്റെ ആ ഒരു സ്റ്റിക്കറൊക്കെ ഒഴിവാക്കിയെടുത്തതാണിത്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നാട്ടിൽ എപ്പോഴും എല്ലാ കടകളിലും നമുക്ക് എപ്പോഴും കിട്ടുന്ന 10 രൂപയുടെ സ്കെച്ച് കളറാണ്. അപ്പോൾ ഞാനൊരു 3 കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ സ്കെച്ച് കളർ എടുത്താൽ മതിയാവും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ടൂത്ത് പിക്കാണ്. ടൂത്ത് പിക്ക് ഞാനിവിടെ 3 എടുത്തിട്ടുണ്ട്. അത് പിന്നെ 3 കളറാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പെയിൻറ്റ്, അതുകൊണ്ടാണ് 3 എടുത്തത്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ 3 ബോട്ടിലേക്ക് ഈക്വലായിട്ട് ഗം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തരം ഗം എടുക്കാൻ കാരണം എൻ്റെ ഗമ്മ് വളരെ കുറവാണ്. ബോട്ടിൽ കാണുന്ന പോലെയല്ല കേട്ടോ, വളരെ കുറവായതുകൊണ്ടാണ് 2 ഗം എടുത്തത്. ഗമ്മ് രണ്ടും ഒന്ന് തന്നെയാണ്, നെയിം മാറ്റേണ്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരേ അളവ് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ചെറിയ സ്പൂണിലേക്ക് നമുക്ക് വാട്ടർ ഒഴിച്ചിട്ട് ഓരോ സ്പൂണും ഓരോ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ സ്കെച്ച് കളർ എടുക്കുക. ബാക്ക് സൈഡ് തുറക്കുക. എന്നിട്ട് 3ൻ്റെയും ഈ കളർ പമ്പുകൾ നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് തുള്ളി വെള്ളം ഊറ്റിച്ച് കൊടുത്തിട്ട് ഇതിനകത്തുള്ള ആ ഒരു കളറ് നമ്മുടെ ബോട്ടിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 കളറും എടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് 3 ബോട്ടിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിക്സിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഗമ്മ് 3 ബോട്ടിൽ ഈക്വലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വാട്ടർ കളർ എന്ന് പറയുമ്പോൾ നോർമൽ വാട്ടർ കളറാണ്. അപ്പോൾ ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു വെള്ളം ടച്ച് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇനിയൊരു വെള്ളം ടച്ച് ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഗമ്മ് വളരെ കുറവായതുകൊണ്ടാണ് ഞാനിത് വാട്ടർ കളർ ആക്കിയത്. പിന്നെ നമ്മളിപ്പോൾ അക്രലിക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ ഏറെ ഗമ്മ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് അക്രലിക്ക് തന്നെ ആയി കിട്ടും. ഗമ്മ് കുറവായതുകൊണ്ട് ഞാനിത് വാട്ടർ കളർ ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ഇല്ലേ നിങ്ങൾക്ക് അക്രലിക്കിനെ ഞാൻ കാണിച്ചു തന്നേനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പെയിൻറ്റിൻ്റെ ഒരു രീതി. അപ്പോൾ നമുക്ക് ബോട്ടിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു 3 കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയൊരു പെയിൻറ്റിങ് ചെയ്യാം അല്ലേ. അപ്പോൾ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തു, സ്മൂത്തായിട്ടുള്ള ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നോർമൽ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഈ ഒരു റോസ് കളറും ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പേപ്പറിൽ ഓവർ ബ്രൈറ്റ്നസ് ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് നമുക്ക് ഇത്രയും കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ 10 രൂപയുടെ ആ ഒരു സ്കെച്ച് കളർ കാരണമാണ് നമുക്ക് ഇതിന് ഇത്രയും കളർ കിട്ടിയത്. അതുകൊണ്ട് ഇത് അടിപൊളിയാണ് കേട്ടോ, കളർ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു പിങ്ക് ഗ്രീനൊക്കെ നല്ല കളർ തന്നെയാണ്. നമുക്ക് ആ ഒരു ബ്ലൂവും കൂടി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്ലൂ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു മേഘം പോലെ ഒന്ന് നോക്കുകയാണ്. ഓക്കെ, ബ്ലൂ നല്ല കളറാണ് കേട്ടോ, പിങ്കിൻ്റെയും ഗ്രീനിൻ്റെ പോലെയല്ല, നല്ല അടിപൊളി കളറാണ് ബ്ലൂവിന് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക.
വാട്ടർ കളറോ അക്രലിക്കോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്, കുറച്ച് സാധനങ്ങൾ മതി, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. ഈ ലോക്ക്ഡൗണിൽ നമുക്ക് എപ്പോഴും പെയിൻറ്റ് ചെയ്യാൻ കളറൊന്നും കിട്ടിയെന്നല്ല, അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും ബൈ.